നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഷോപ്പ് ഉടമയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ നമുക്ക് കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു മേഖലയും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ടൗണുകളിലും പല കടകളിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ കയ്യിൽ എഴുതി കൂട്ടുക, പിന്നെ ബുക്കിൽ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നിങ്ങനെ പഴഞ്ച ഏർപ്പാട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്? നമുക്ക് എത്ര ലാഭമുണ്ടെന്ന് കറക്റ്റായിട്ട് ഒരിക്കലും നമുക്കറിയില്ല. ആരൊക്കെ പൈസ തരാനുണ്ട്, അത് ആ ബുക്കിൽ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ആ ബുക്ക് കളഞ്ഞു പോയാൽ കടയിലെ എല്ലാ കണക്കും നമ്മളെ മനസ്സിലുണ്ടായില്ല. എല്ലാ കണക്കും അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ A to Z ട്രാൻസാക്ഷൻ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ കമ്പ്യൂട്ടർ കേടായി എന്നിരിക്കട്ടെ, എന്നാൽ തന്നെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് വഴി നമുക്ക് ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാപാർ ആപ്പിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാം അറിയാം, വ്യാപാർ ആപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. വർഷം മുമ്പ് തന്നെ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മളെ രാജ്യത്ത് ഇന്നും പല ഷോപ്സും ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്നും കൂടെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാപാർ ആപ്പിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതെങ്ങനെ യൂസ് ചെയ്യാം, കൂടാതെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വ്യാപാർ ആപ്പ് 14 ദിവസം നമുക്ക് ട്രയൽ വെർഷൻ അനുവദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ലിങ്കിലുള്ള വ്യാപാർ ആപ്പ് വെബ്സൈറ്റ് സന്ദർശിച്ച് ആപ്പ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പെയ്ഡ് വെർഷൻ ആക്കി മാറ്റി ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തെ ഫീച്ചർ നമുക്കറിയാം, ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇത് ബിൽ മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വിതിൻ സെക്കൻഡ് നമുക്ക് ഇതിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ലൈക്ക് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പിന്നെ എന്തൊക്കെ സ്റ്റോക്കാണെന്ന് വന്നത്, എക്സ്പെൻസ് എന്തൊക്കെയാണ് എന്നീ തുടങ്ങിയ എല്ലാ റെക്കോർഡ്സും ഇതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് ഫാസ്റ്റർ ബില്ലിംഗ്, ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് എന്നിവയാണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലതരം ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് വഴി ഈസിയായി വിതിൻ സെക്കൻഡ്സ് നമുക്ക് പേയ്മെൻറ്റ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറയട്ടെ, ഈസിലി മാനേജ് യുവർ ബിസിനസ് ഓപ്പറേഷൻ. നമുക്ക് ഇതിലെ എല്ലാ തരം കണക്കും നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി രേഖപ്പെടുത്തുന്നതിനാൽ നമ്മളെ ബിസിനസ് ഓപ്പറേഷൻസ് സ്മൂത്തായി റൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കടയിലിരിക്കാണ്ട്, ഓണറാണ് നിങ്ങൾ, കടയിലിരിക്കാൻ സമയമില്ല, ഒന്നിലധികം കടയുണ്ട്, പിന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കടയിലൊന്നും പോകാൻ തന്നെ നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ എവിടെ വേണേ ഇരുന്നിട്ട് മൊബൈൽ വഴി അല്ലെ കമ്പ്യൂട്ടർ വഴി കടയിൽ എന്താണ് നടക്കുന്നത്, ഇന്ന് ആരൊക്കെ സാധനം വാങ്ങി, ഏതൊക്കെ സാധനം വിറ്റു, ഏതൊക്കെ സാധനം സ്റ്റോക്ക് തീർന്നു എന്നീ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിമോട്ടായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും നല്ല മെച്ചവും. അതാണ് ആക്സസിബിൾ ഫ്രം എനിവേ. അതിൽ എവിടെ നിന്ന് വേണ്ടിക്കും നമുക്കത് കടയിൽ എന്ത് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ വ്യാപാർ ആപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത്
GST മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ GST ബില്ല് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ GST ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ GST ഇല്ലാതെ തന്നെ ബില്ലടിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റ് റിമൈൻഡർ, ഇപ്പം ഇത്ര പൈസ നിങ്ങൾ തരാൻ ബാക്കിയുണ്ട് എന്ന പേയ്മെൻറ്റ് റിമൈൻഡർ നമുക്ക് കസ്റ്റമറുടെ SMS വഴിയോ അല്ലെ വാട്സപ്പ് വഴിയോ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഇത് വ്യാപാരം അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യാപാർ വളരെ ചീപ്പാണ്. 3 വർഷത്തേക്ക് വെറും 4800 രൂപ മാത്രമേ വ്യാപാരം ഈടാക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ മറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. അപ്പോൾ അവർ ഒരു സോഫ്റ്റ്വെയറിന് ചാർജ് ചെയ്യുന്നത് 30,000 രൂപയാണ്. 30,000 to 40,000 രൂപയാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ, കടയിലേക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അവർ ചാർജ് ചെയ്യുന്നത്. കൂടാതെ വർഷം 800 രൂപ സർവീസ് ചാർജായിട്ടും അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് വ്യാപാര ആപ്പ് ഒരു നല്ല അസറ്റാണ്. അടുത്തത് മാനേജ് ഇൻവെൻട്രി. നമുക്ക് എത്ര ഇൻവെൻട്രി ഉണ്ടെങ്കിലും എളുപ്പത്തിൽ അത് മാനേജ് ചെയ്യാൻ ഈ വ്യാപാര ആപ്പ് വഴി സാധിക്കുന്നതാണ്. ഏതൊക്കെ സ്റ്റോക്ക് തീർന്നു, ഏതൊക്കെ സ്റ്റോക്കാണ് ഇന്ന് വന്നത് എന്നീ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പറ്റുന്നതാണ്. പിന്നെയുള്ളത് ബിസിനസ്സിൻ്റെ റിപ്പോർട്ടാണ്. നമുക്ക് എത്ര ലാഭം വന്നു, എത്ര നഷ്ടം വന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്കൊരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കൂ. അപ്പം ഈ കാര്യത്തിലും വ്യാപാര ആപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തരാൻ വ്യാപാര ആപ്പിന് കഴിയും. ഓട്ടോമാറ്റിക് ഡാറ്റ ബാക്കപ്പ്. ഒരു പക്ഷേ നമ്മളെ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കേടായി, എന്നിരുന്നാലും നമ്മളുടെ ഡാറ്റ അത് വ്യാപാറിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിൽ നിൽക്കുകയും അത് നമുക്ക് റീസ്റ്റോർ ചെയ്തിട്ട് പിന്നീട് പുതിയ കമ്പ്യൂട്ടർ വാങ്ങിയതിന് ശേഷം യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നെയുള്ളത് ലാസ്റ്റത്തെ ഒരു ഫീച്ചറാണ് ഓൺലൈൻ സ്റ്റോർ. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ കൊറോണയുടെ കാലത്ത് നമ്മളെല്ലാവരും ഓൺലൈൻ വഴി ഓർഡർ ചെയ്താണ് പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചറും നമുക്ക് വ്യാപാര ആപ്പിലുണ്ട്. നമുക്കൊരു കസ്റ്റമർ നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങിയാൽ SMS വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അതിൻ്റെ ബില്ല് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ലിങ്കിലൂടെ, ഏത് ലിങ്കിലാണോ നമ്മൾ വാട്സപ്പിൽ അയക്കുന്നത്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോറിലുള്ള എല്ലാ പ്രൊഡക്റ്റും ആ കസ്റ്റമറിന് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും കസ്റ്റമറിന് സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ വ്യാപാറിൻ്റെ ഒരു സാമ്പിൾ ബില്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബില്ല് ബൈ ഡിഫോൾട്ടായിട്ട് കിട്ടുന്നതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനത്തെ പ്രിൻ്ററാണ്, ഏത് സൈസ് പ്രിൻ്ററാണ്, കളർ പ്രിൻ്ററാണോ, എങ്ങനെ തരത്തിൽ വേണ്ടിക്ക് നമുക്ക് ബില്ല് ഫ്യൂച്ചറിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല ഫീച്ചറായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് പേയ്മെൻറ്റ് റിമൈൻഡർ. പേയ്മെൻറ്റ് റിമൈൻഡർ എന്ന് വെച്ചാൽ നമുക്ക് ആരൊക്കെയാണ് പൈസ തരാനുള്ളത് അവർക്ക് സമയാസമയം മെസ്സേജ് പോവുകയും അവർക്ക് ആ പേയ്മെൻറ്റ് അടക്കാൻ ഓൺലൈൻ വഴിയോ എങ്ങനെയാലും അത് സാധിക്കുന്നതാണ്. പിന്നെ ഇൻവെൻട്രി ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ബിസിനസ് റിപ്പോർട്ടുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു ധാരണ ഉണ്ടാകുന്നതാണ്. കൂടാതെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും നമ്മൾ ഈ റിപ്പോർട്ട് വഴി നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഈ വീഡിയോ കാണുമെങ്കിൽ ലിങ്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ടെലിഗ്രാം വഴിയോ ജിമെയിൽ വഴിയോ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് വഴിയോ ആ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ
ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒറ്റ ക്ലിക്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്പീഡുള്ള കാരണം എൻ്റെ ഇത് വേഗം തന്നെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഒറ്റ ക്ലിക്ക് ചെയ്താൽ തന്നെ ഡൗൺലോഡ്സിൽ ഒറ്റ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇൻസ്റ്റാളർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വ്യാപാറിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ റെഫറൽ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. റെഫറൽ കോഡ് ഇല്ലെങ്കിൽ ഈ കാണുന്ന റെഫറൽ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് 3 മാസം എക്സ്ട്രാ വാലിഡിറ്റിയും കുറച്ച് ഓഫറും കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പം അത് സബ്മിറ്റ് അടുത്തതായിട്ട് ഇവിടെ OTP ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പർ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻ്റർഫേസ് തന്നെ കാണുന്നത് നമ്മളുടെ ഒരു സാമ്പിൾ ബിൽ, വ്യാപാറിൻ്റെ ഒരു സാമ്പിൾ ബില്ലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ ബില്ല് നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമ്പനിയുടെ അല്ലെ ഷോപ്പിൻ്റെ പേര് എഴുതുക. അപ്പം ഞാനിവിടെ എഴുതുന്നത് സാറാസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഏതാണ് കമ്പനി, അപ്പോൾ അത് ഇവിടെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇത് കാണിക്കും. നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ അടിക്കുക. പിന്നെ നിങ്ങൾ ഇമെയിൽ കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം അത് സേവ് ചെയ്യുക. പിന്നെ കടയിൽ ഇപ്പം ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. പാർട്ടീസ്, ഐറ്റംസ്, സെയില് എന്നീ തുടങ്ങിയ പല കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് വിൽക്കുമ്പം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം ഞാനൊരു പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. റൈസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എത്രയാണ് കൊടുക്കുന്നത്, ഒരു 100 കിലോ കൊടുത്തിട്ടുണ്ട്. 100 ഇവിടെ നമ്മൾ യൂണിറ്റും സെലക്ട് ചെയ്യേണ്ടതാണ്. 100 കിലോഗ്രാം കൊടുത്തിട്ടുണ്ട്. 100 കിലോഗ്രാം നമുക്ക് വേണ്ടിക്ക് 100 കിലോഗ്രാം അല്ലെങ്കിൽ ബാഗ് വേണ്ടി സെലക്ട് ചെയ്യുക, ഒരു ചാക്ക് വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പം 100 കിലോഗ്രാം അരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ വില ഇവിടെ കൊടുക്കുകയാണ് 5200 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ടാക്സ് നിങ്ങൾ എങ്ങനെയാണ് ടാക്സ് അതിൽ കൊടുത്തിട്ടുള്ളത്, എത്ര റേറ്റാണ് ടാക്സ് കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ 5% കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൈസ് പെർ യൂണിറ്റ് അതിൽ കൊടുക്കേണ്ടത് എത്രയാണ്, ഒരു കിലോയിൽ എത്ര രൂപ കൊടുത്തു. അപ്പം ഞാൻ ഒരു 52 രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്വാണ്ടിറ്റി ഇവിടെ കൊടുത്തു, 100 കിലോ വാങ്ങി. kg ആയതുകൊണ്ട് യൂണിറ്റ് സെലക്ട് ചെയ്തു. പിന്നെ 1 കിലോയുടെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാക്സും സെലക്ട് ചെയ്തു, പ്രൈസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പം ഫുൾ പേയ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഫുൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ കേസ് എത്രയാണ് കൊടുത്ത, 5000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 2000 രൂപ കൊടുത്താൽ ആ പൈസ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഫുൾ പൈസ കൊടുത്തിട്ടുണ്ട്, ഫുൾ അങ്ങ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. അതിന് മുമ്പ് ആയിട്ട് ഇവിടെ ബിൽ നമ്പർ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ബില്ലാണെങ്കിൽ 1 ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ബില്ലാണെങ്കിൽ 2 ചെയ്യുക. ഏത് വേണ്ടി നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ പാർട്ടി നെയിം ചോദിക്കുന്നുണ്ട്. പാർട്ടി നെയിം വേണ്ടിയെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പേര് കൊടുക്കുക. ഇവിടെ ഞാനിപ്പം പ്രമോദ് എന്ന് കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്തു. അപ്പം എൻ്റെ പർച്ചേസ് ഇവിടെ എൻട്രി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൽ കൂടുതൽ വലിയ നോളജും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അങ്ങനെ സെയിൽസ് ബില്ല് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സെയിൽസിൽ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബില്ലിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരും.
ഞാനിവിടെ കസ്റ്റമറിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിന് വെക്കുന്ന റൈസാണ്. അത് 10 കിലോ റൈസാണ് വെക്കുന്നത്. 10 കിലോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കെ ജി ആയതുകൊണ്ട് കെ ജി യൂണിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 കിലോ എത്ര രൂപ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിവിടെ 54 രൂപ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് 1 കിലോയുടെയാണ്. നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് 1 കിലോക്ക് എത്രയാണ് വെക്കുന്നത്. പിന്നെ അടുത്തൊരു ഡിസ്കൗണ്ടിൻ്റെ ഓപ്ഷൻ. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഡിസ്കൗണ്ടിന് അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ടാക്സ്, ഞാനിപ്പം തൽക്കാലം ടാക്സ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷ് ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ല് വേണ്ടി നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെ വേണ്ടി പ്രിൻ്റ് ചെയ്യാം, പാർട്ടീസ് മൊബൈലിൽ വേണ്ടി അയക്കാം, പിന്നെ വാട്സപ്പിൽ വേണ്ടി അയക്കാം. അങ്ങനെ പല മെത്തേഡിലൂടെ നമുക്ക് ഈ ബില്ല് പാർട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സേവ് PDF ഉണ്ട്, പിന്നെ ഇമെയിൽ വഴി ചെയ്യാം. എങ്ങനെ വേണ്ടി നമുക്ക് ഈ ബില്ല് പാർട്ടിക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും പ്രിൻറ്റ് ചെയ്യുമ്പോൾ. വീഡിയോ കണ്ടവർക്ക് നന്ദി. അപ്പം ഈ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ചാനലിന് ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അത്. കൂടാതെ നിങ്ങൾക്ക് 3 മാസം എക്സ്ട്രാ വാലിഡിറ്റിയും ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച്.